പ്രഗത്ഭനായ ഒരു ദാഇയായ പണ്ഡിതന്റെ ഒരു അനുഭവം പറയുന്നു. ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. പലിശ ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകൾ മുസ്ലിമീങ്ങൾക്കത് പറ്റൂല. എത്ര നല്ല ഓഫറാണ്, നല്ല ശമ്പളമാണ്, ഒക്കെ ശരിയാണ്. ബാങ്ക് ഡയറക്റ്റ് ഡിബസി ബാങ്കുകളുണ്ട്, ഇൻട്രസ്റ്റുമായി ഡീൽ ചെയ്യുന്ന ബാങ്കുകൾ. ഇസ്ലാമിക് ബാങ്കുകളാവാം. അത് ചുഴിഞ്ഞന്വേഷിച്ച് ചികഞ്ഞെടുത്ത് പോരെടുക്കേണ്ട, അങ്ങനെ നോക്കേണ്ട കാര്യം ഈ വിഷയങ്ങളിൽ വസ്വാസുണ്ടാക്കിയേ ചെയ്യുകയുള്ളൂ. മനുഷ്യന് ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിംഗ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അടക്കം ഇസ്ലാമിക് ബാങ്കുകളൊന്നും വരണേ എന്നാണ് നമ്മുടെ ആഗ്രഹം. പലിശ ബാങ്കുകൾ മുസ്ലിമിന് പറ്റൂല. അങ്ങനെ ഒരു പലിശ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ റമളാനിൽ നടന്നൊരു സംഭവം. ആ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം ഒരു പെട്ടിയിലായി സൂക്ഷിക്കാറുണ്ട്. വാപ്പ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം തന്റെ ഒരു വിഹിതം സ്വതക്കയായി ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടിയിലിടാറുണ്ട്. ഇദ്ദേഹം സ്വതക്ക ചെയ്യും. ഹറാം കൊണ്ട് സ്വതക്ക ചെയ്തിട്ട് കാര്യമുണ്ട്. കണ്ണുവച്ചോടം നടത്തിയിട്ട് സ്വതക്ക ചെയ്തിട്ട് എന്താ കാര്യം? ഗാനമേള നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചെടുത്ത് എന്ത് കാര്യം? ആ പൈസ ഉണ്ടാക്കിയത് തന്നെ ഹറാമാണ്. ഹറാമിന്റെ പൈസ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. നല്ല ഗാനമേള കൊച്ചാരായിട്ട് മ്യൂസിക്കൊക്കെ വെച്ച് പെണ്ണുങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യമില്ല. അല്ലാഹുവിനടുത്ത് അല്ലാഹു സ്വീകരിക്കില്ല. ഹലാലല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിന് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാപ്പ മരിച്ചു. വാപ്പ നല്ല മനുഷ്യനാണ്. വാപ്പ ബാങ്കിൽ ജോലിക്കാരനല്ല. വാപ്പ മരിച്ചു. വാപ്പ മരിച്ചപ്പോ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള പൈസ, വാപ്പയുടെ പെട്ടിയിൽ ഇച്ചിരി പൈസ ഉണ്ട്. ആ പൈസയിലേക്ക് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വരികയാണ്. വാപ്പാന്റെ പെട്ടി മകന്റെ പെട്ടി വേറെ വേണ്ടല്ലോ. വാപ്പയുടെ പെട്ടി അതിന് ഇച്ചിരി പൈസ ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ഇവനെന്ത് ചെയ്തു? ഇവന്റെ സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സ്വന്തം ഉപ്പയെ കഴിഞ്ഞ റമളാനിൽ സ്വപ്നം കണ്ടു. ഉപ്പ വന്നു, ഇവന്റെ റൂമിലേക്ക് വരുന്നു. സ്വപ്നം കാണാൻ സത്യസന്ധമായ റുഅ്യ അന്ത്യനാളിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലത്തിൽ ഫജ്ർ. അങ്ങനെ ആ റൂമിലേക്ക് വന്നിട്ട് ആ പെട്ടി തുറന്നു. ആ പെട്ടി തുറന്നിട്ട് മകന്റെ എല്ലാ പൈസയും ഓരോന്നായി വാപ്പ ഇങ്ങനെ പുറത്തെടുത്തിട്ട് വാപ്പയുടെ പൈസ മാത്രം ഒരു 4-5 നോട്ടുകളുണ്ട്. അത് മാത്രമായപ്പോ മകന്റേതെല്ലാം പെറുക്കി പുറത്തിട്ടിട്ട് വാപ്പ പെട്ടി അടച്ചു. അപ്പോഴേക്കും ഇവൻ ഉണർന്നു നോക്കുമ്പോൾ സുബഹിയുടെ നേരമാണ്. സത്യസന്ധമായ സ്വപ്നം. വാപ്പ പറയാണ്, മോനെ, എന്റെ സമ്പത്തിലേക്ക് നിന്റെ സമ്പത്ത് നീ കൂട്ടിക്കുഴക്കല്ലേ. ഹലാലും ഹറാമും മിക്സ് ചെയ്യല്ലേ. എന്റെ വാപ്പയിൽ ആ ഒരു മെസ്സേജ് ആത്മീയമായ ലോകത്ത് നിന്ന് നൽകിയ റൂഹിയായ ഒരു മെസ്സേജായിരുന്നു, മനാമിൽ കിട്ടിയ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയപ്പോഴേക്കും തന്റെ ജോലി രാജിവെച്ചു കൊടുത്തിട്ട് ഹലാലായ ജോലി അന്വേഷിച്ച് നടന്നു. അല്ലാഹു ഹലാലായ ജോലി കൊടുത്തു. തൗബ ചെയ്തു മടങ്ങി, റബ്ബേ, പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് വലിയ ചാലഞ്ചസ് വരും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് ജോലി നോക്കാൻ, ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്നവരായ ചെറുപ്പക്കാർ. പ്രത്യേകിച്ച് 1-2 വിസിറ്റൊക്കെ നടന്നിട്ട് മടുക്കുമ്പോഴേ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു. ചെയ്തുകൂടാ. അല്ലാഹു നമ്മുടെ ക്ഷമ പരിശോധിക്കുക. ഒന്നുമില്ല, ജോലി കിട്ടാൻ നടക്കുന്ന കാലത്ത് കുറെ യാസീനെങ്കിലും ഓതും. അത്ര ഇബാദത്ത് ജോലി കിട്ടിയ പിന്നെ ചെയ്തോണമെന്നില്ല. അങ്ങനെയാണ് അല്ലേ? പള്ളിയിലൊക്കെ കാര്യം എങ്ങനെ ഇബാദത്ത് എന്തോ ഒരു ഉസ്താദ്മാരൊക്കെ വിളിച്ച് പറയാ. നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉസ്താദ്മാരൊക്കെ ദുആ ചെയ്ത് മഖാമിലൊക്കെ വന്ന് നല്ല ദുആയും സ്വലത്തൊക്കെ ചെയ്തിട്ടാ പോവാ. പിന്നെ കാശ് കിട്ടുന്നതൊക്കെ മറക്കുക. നല്ല കുഴപ്പം. പിന്നെ വരുമ്പോൾ ഇതൊക്കെ ഹറാം, ഇതൊക്കെ വിദ്യാർത്ഥി, ഇതൊക്കെ കുഫ്റെന്ന് പിന്നെ പറയാ. പോകുന്ന നേരത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല. റിബവിയായ സമ്പാദ്യം തനിക്ക് വേണ്ടെന്നൊക്കെയാണ് വാപ്പ നൽകിയ ഒരു ഉപദേശത്തിലൂടെ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അതൊരു തൗബയുടെ